ഈ ശ്രീതുവും ഗബ്രിയും തമ്മിൽ അടുക്കുന്നത് ജാസ്മിൻ ഒട്ടും താല്പര്യമില്ല. അതായത് അതിന് രണ്ടു മൂന്ന് സന്ദർഭങ്ങൾ ഇന്നലെയും ഉണ്ടായി. അതായത് ജാസ്മിൻ പറയുന്നുണ്ട്, നിനക്ക് ഇവിടെ ഏറ്റവും അധികം കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആരുടെ അടുത്താണ്, അല്ലെങ്കിൽ ആരുടെയൊക്കെ അടുത്താണെന്ന് ജാസ്മിൻ ചോദിക്കുന്നു. ആ ചോദ്യം തന്നെ ജാസ്മിൻ അറിയണം, ഗബ്രിക്ക് ശ്രീതുവുമായിട്ട് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടോ എന്ന്. ഗബ്രി പറഞ്ഞു, എനിക്കിവിടെ ഒരാളടുത്ത് മാത്രമേ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നീയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എനിക്ക് നീയും റസ്മിനുമാണ് അങ്ങനെ ഒരു കംഫർട്ടബിൾ എന്ന് പറയാവുന്ന സുഹൃത്തുക്കളെന്ന് ജാസ്മിന് മറുപടി പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് വേറൊരു ടോപ്പിക് എടുത്തിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്, അതായത് എനിക്ക് ചിലരൊന്നും ഇടാൻ ഞാൻ അടുത്ത് പോകുന്നത് പോലും ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ ശ്രീതു. രണ്ടു മൂന്ന് പേരുകൾ പറയുന്നുണ്ട്, അതിനകത്ത് ശ്രീതുവിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോ ഗബ്രി പറയുന്നത്, നീ മാത്രമല്ല ആരെടുത്ത് പോയാലും ശ്രീതുവിനൊട്ടും കംഫർട്ടബിൾ അല്ല. അതിനുശേഷം ശ്രീതു അതുവഴി പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ നമ്മുടെ ഗബ്രി വിളിക്കുകയും തമാശകൾ പറയുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല്ലുകൾ കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ